കോഴിക്കോട് കുന്നമംഗലത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചുവെന്നാണ് ഈങ്ങാപ്പുഴയിലെ സുബിക്കി, കൊടുവള്ളിയിലെ നിഹാൽ, വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യം നോക്കാം. ഈ അപകടസ്ഥലത്ത് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഗൂഗിൾ, ശരിക്കും നമുക്ക് ലേറ്റസ്റ്റായി അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? എന്തായാലും അതിദാരുണമായ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ടത്. ഇന്ന് രാവിലെ പുലർച്ചെ 1:54 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഈങ്ങാപ്പുഴ പെരുമ്പള്ളി സ്വദേശിയായിട്ടുള്ള സുബിക്കി, കൊടുവള്ളി വാവാട് സ്വദേശി നിഹാല്, വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. 2 വാഹനത്തിൽ 2 പേർ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പേരും മരണപ്പെട്ടിട്ടുണ്ട്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവറും മരണപ്പെട്ടു. ഈ അപകടത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷം നാട്ടുകാരും ഇതുവഴി പോകുകയായിരുന്ന മറ്റു വാഹനത്തിലെ ആളുകളൊക്കെ ചേർന്ന് ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഫയർ യൂണിറ്റിലും വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് അവരെത്തി പല യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ടായിരുന്നു ഇവരെ പുറത്തെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പുലർച്ചെ 1:54 അപകടം എന്നതിനാൽ തന്നെ ഏറെ നേരമൊന്നും ആളുകൾക്ക് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ അപകട സമയത്ത് ആംബുലൻസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ചേരുകയുണ്ട്. നിങ്ങളായിരുന്നു അല്ലേ ഈ ആംബുലൻസിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്? ആംബുലൻസ് വിളിച്ചായിരുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം? വീട്ടുകാരെന്നെ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു. എത്ര മണിക്കായിരുന്നു ഈ അപകടം? 1:58 ടൈം, 2 മണി തന്നെ. ആളുകളെ നേരെ പുറത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരാളെ മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്ക് വേറെ വണ്ടിക്കാർ വന്ന ഒരാളെ പുറത്തെടുത്ത്, ബാക്കിയുള്ള ആളെ എടുക്കാൻ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആളുകൾ പിന്നീട് ഈ യൂണിറ്റ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു? അല്ല, ഞങ്ങൾ അതിന്റെ മുമ്പ് പിക്കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് 2 വണ്ടിക്ക് വെച്ച് കെട്ടി വലിച്ചു നോക്കി. കയർ ഉപയോഗിച്ച് കഴിഞ്ഞ് റോപ്പ് ഉപയോഗിച്ച് വലിച്ച് ഞങ്ങൾ പുറത്തേക്ക് എടുക്കാൻ നോക്കി. റോപ്പ് പൊട്ടി പോകാന്നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. ആവുന്ന പോലെ നമ്മൾ ശ്രമിച്ചു നോക്കി. പിന്നെ ലാസ്റ്റ് ഫയർഫോഴ്സ് വന്ന് ഒരു കട്ടർ ഉപയോഗിച്ച് പോലെ ബെഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ച് പുറത്തെടുത്തതാണ്. കുറഞ്ഞ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എടുക്കാൻ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് പണി നോക്കി എടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ രണ്ട് വണ്ടിയോടും കൂട്ടി കുളത്തി പോയിട്ടുണ്ട്. അതുകൊണ്ട് വിട്ട് കിട്ടില്ല വണ്ടി. 2 ആളും 2 ഒരേ ഭാഗത്താണ്. വണ്ടി അവിടുന്ന് വരുന്ന വണ്ടി തിരിഞ്ഞ് വന്നങ്ങാനാണ് അടിച്ചത്. നിയന്ത്രണം വിട്ടാവാൻ ചാൻസ്. അപ്പോൾ വണ്ടിൻ്റെ ഇടതുവശത്താണല്ലോ അടിക്കുന്നത്, അങ്ങോട്ട് പോണ വണ്ടി. അപ്പോൾ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇടിച്ചതാണ്. അത് കൂട്ടി പിടിച്ചു പോയിക്കുന്നു. വണ്ടി വേറെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് പ്രയാസം ആളെടുക്കാൻ കഴിയും. 2 ഒരേ ഭാഗത്താണുള്ളത്. ഡ്രൈവർ ഒരു ഭാഗത്താണ്, വേഗിൽ ഇടതുവശത്തിരിക്കുന്ന ആളും ഒരേ ഭാഗത്താണ്. അവർ 2 ആളും ഒരു ഭാഗത്ത് കാല് കുടുങ്ങി പോയതാണ്. ഓലെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു? വലിയ അനക്കൊന്നുമില്ല. ആള് ഓൺ ദ സ്പോട്ടിൽ മരിച്ചായിട്ടാണ് നമുക്ക് അന്നപ്പോൾ കിട്ടിയത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ തന്നെ. എന്തായാലും ഇവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ 3 പേര് മരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ നമ്മളോട് പറയുന്നത്. 4 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. 2 പേർ കാറിലും 2 പേർ പിക്കപ്പ് വാനിലും. ഈ കാറിന്റെ നിയന്ത്രണം വിട്ടതിന് ശേഷം പിക്കപ്പ് വാനിലേക്ക് വന്ന് കയറുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 2 വാഹനങ്ങളും ഒരേ ദിശയിൽ തന്നെയാണുള്ളത്. ഈ പിക്കപ്പ് വാനാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ടായത്. അതായത് പിക്കപ്പ് വാനിന്റെ സൈഡ് ഓക്കെയാണ്. ഈ കാറിന്റെ സൈഡ് എന്ന് പറയുന്നത് മറുഭാഗത്താണ്. അവർ ഈ പറയുന്നത് പോലെ കുന്നമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അപകട കാരണം എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പറയുന്ന വിവരപ്രകാരം ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടതായിരിക്കാം അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഈ വാഹനത്തിന്റെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനത്തിന്റെ മുൻഭാഗം, പിക്കപ്പ് വാനിന്റെ ആയാലും കാറിന്റെ ആയാലും മുൻഭാഗം പൂർണ്ണമായും ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട സമയത്ത് അത് ബോധ്യമായതാണ്. കാറിന്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയൊരു ഇടിയാണ്, അതിന് ഇടത് ഭാഗത്ത് വലിയൊരു ഇടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന്റെ എയർ ബാഗ് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അതിന് സംഭവിക്കാത്തുള്ളത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിനെ കുറിച്ച് നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഇടത് ഭാഗം പൂർണ്ണമായും ഇടിച്ചുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സ്പോട്ടിൽ തന്നെ, അതായത് ഈ അപകടം നടന്ന സമയത്ത് തന്നെ 3 പേരും മരണപ്പെട്ടു എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. SKN.
എന്തായാലും 3 പേരുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച അപകടത്തിൻ്റെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. മിക്കവാറും ആൾക്കാർ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ആളുകൾക്ക് തന്നെ ഈ നട്ടപ്പാതിര കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ യോഗ്യരാണോ പലരും എന്ന് സംശയം തോന്നും. കാര്യം ഉറക്കം വളച്ച് വണ്ടി ഓടിക്കുക, വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുക, അങ്ങനെ റോഡിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടുന്നു. ഓരോ പ്രഭാതത്തിലും നമ്മൾ ഈ കാര്യം പറയുന്നുവെങ്കിലും വലിയ മാറ്റമൊന്നും കേരളത്തിൽ സംഭവിക്കുന്നില്ല. ഇത്രയധികം റോഡ് അപകടങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അന്വേഷണത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.